ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷൈനീസ് മെമ്മറീസ് ആകാം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും എല്ലാവർക്കും സുഖം. ഇവിടെ തണുപ്പാണ് ആക്ച്വലി. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണ് കാണിക്കുന്നത്, റൂം ക്ലീൻ ചെയ്യുന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആണ് നമ്മളെന്താണ് ക്ലീനിങ് ഒക്കെ ഫുള്ളി ചെയ്യുന്നത്. അല്ലാത്ത സമയം നമ്മൾ ജസ്റ്റ് ക്ലീനൊക്കെ ചെയ്ത് വിടുകയെന്നേ ഉള്ളൂ. പക്ഷേ ഒരു ഡീപ്പ് ക്ലീൻ എന്ന് പറയുമ്പോഴത്തേക്കും സാറ്റർഡേ ആണ്. അപ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാം, പാത്രം ഫുൾ അഴുക്കായി എല്ലാം കിടക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം. ഓക്കെ, എല്ലാം വീക്കിലാണ് നമ്മളിങ്ങനെ എല്ലാം കൂടെ എടുത്തിട്ട് കഴുകുന്നതും ഒക്കെ. പിന്നെ ഇപ്പോൾ തണുപ്പും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് അധികം നേരം വെള്ളത്തിലൊന്നും അല്ലാത്ത ദിവസം നൈറ്റ് വന്ന് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അങ്ങനെയൊന്നും വെള്ളത്തിൽ കൂടുതൽ കയറി നിൽക്കാൻ നമുക്ക് തോന്നില്ല. കാരണം ഹീറ്ററൊക്കെ ഇട്ട് വെറുതെ നമ്മൾ എന്തിനാണ് പൈസ കളയുന്നത്. അപ്പം കഴിവതും നമ്മൾ ചെറിയ രീതിയിൽ കഴുകി പാത്രം എടുത്ത് കഴുകി അതങ്ങ് പോകുന്നതായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് നമുക്ക് 3 days നമുക്ക് ഹോളിഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 days നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിലൊക്കെ പോയി. നമുക്കൊരു സെറ്റ് പാത്രം കഴുകി വെച്ചതിന് ശേഷം നമുക്ക് തുണി കഴുകാനായിട്ട് ഇടണം. അപ്പോൾ ഇന്നെല്ലാം കുറേ തുണികളൊക്കെ ഈ വീക്കിൽ അങ്ങനെ വാഷ് ചെയ്തില്ല, 1-2 വട്ടം മാത്രമേ വാഷ് ചെയ്തിട്ടുള്ളൂ. ഒരു ഫസ്റ്റ് കുറച്ച് പാത്രം ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ പാത്രമൊക്കെ കഴിയുമ്പോൾ ഈ പതയ്ക്കകത്ത് ഇങ്ങനെ കളിക്കാനും കുറേ പദം ഇങ്ങനെ ചെയ്യണം. പിന്നെ വെള്ളം അതുപോലെ എൻ്റെ പോകും. അപ്പം വീക്ക്ലി വൺസൊക്കെ നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാ പാത്രവും നമ്മൾ ഇപ്പം ഇഡ്ഡലിയൊക്കെ വിൽക്കുന്ന പാത്രമാണെങ്കിലും നമ്മൾ നിത്യേന നമ്മൾ വീക്ക് ഡേയ്സിൽ മിക്കവാറും യൂസ് ചെയ്യും. ഒന്നെങ്കിൽ ഇടിയപ്പം ചൂടാക്കാൻ, ഇഡ്ഡലി വെക്കാൻ, അല്ലെങ്കിൽ റൈസ് നമ്മൾ വെച്ചത് ചൂടാക്കാൻ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മളത് യൂസ് ചെയ്യും. എനിക്ക് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം വലുത്, ഒരെണ്ണം ചെറുതുമുണ്ട്. പിന്നെ ഇത് സ്റ്റാൻഡ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണി കഴുകാനായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് തുണിയും കൂടെ കഴുകാനിടുമെങ്കിൽ നമ്മൾ പാത്രമെല്ലാം കഴുകി കഴിയുമ്പോഴത്തേക്കിന് തുണിയും വിരിച്ചിടുന്ന ഒരു ഇതാവും. ഇപ്പോഴും പിന്നെ ബാൽക്കണിയിൽ ചെറിയൊരു ബാൽക്കണിയാണ്. അപ്പോൾ ചെറിയ ബാൽക്കണിയിൽ ചെടിയൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് തുണി വിരിക്കുന്ന സ്റ്റാൻഡ് അങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല. പിന്നെ അയ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ആ അയക്കകത്തിൽ നമുക്ക് തുണി ഇട്ട് കഴിഞ്ഞാൽ ഫൈനാണ്. പുറത്തുനിന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് ഫൈൻ ചെയ്യും. അപ്പോൾ അതും കൂടുതൽ നമുക്ക്, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ നല്ലതായിട്ടൊന്ന് ഡ്രൈ ആണെങ്കിൽ, ഇപ്പോൾ ഈ തണുപ്പ് കാരണം വെയിലിനൊരു ചൂടില്ല. ചെറുതായിട്ടൊക്കെ വെയിൽ വരുമെങ്കിലും അതിനൊരു ചൂടില്ല. അപ്പം അത് കാരണം നമുക്ക് കൂടുതലും സ്റ്റാൻഡിലകത്ത് ഫാനിൻ്റെ കീഴിലിടാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതും എനിക്കത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ നമ്മൾ പുറത്ത് തേക്കാൻ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് അവർ തേച്ച് നല്ല വൃത്തിക്ക് തരും. നമ്മളും തേക്കും, ഇടയ്ക്കൊക്കെ നമ്മൾ തേക്കാറുള്ളൂ. മോസ്റ്റ്ലി നമ്മൾ പുറത്ത് തന്നെ ആയിരിക്കും തേക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീക്കിലി കറക്റ്റായിട്ട് തേച്ച് കിട്ടുവാണെങ്കിൽ വീക്കിലി ഇങ്ങനെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ട് ഞാൻ തേക്കാൻ കൊടുക്കും. നമുക്കൊരു വീക്കിനുള്ള ഫുള്ള് കാര്യങ്ങളും നമ്മൾ തേച്ച് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഫ്രീ ആണ്. ആക്ച്വലി രാവിലെ പോകുമ്പോൾ എന്തിടണം, അല്ലെങ്കിൽ ഡ്രോയർ നമ്മൾ അല്ലെങ്കിൽ അലമാര നമ്മൾ തുറന്ന് എന്തിടണം എന്നാലോചിച്ച് പിന്നെ അത് തേച്ച്, അത് അത്രയും നമുക്കൊരു സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബൈയിൽ ജോലി ആയതുകൊണ്ട് ഇവിടുന്ന് രാവിലെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് കയറി വരുമ്പോൾ എങ്ങനെയായാലും 6 മണിയാവും. 6 മണിക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്. അപ്പോൾ ജിമ്മിന് പോയി വീട്ടിലെ കാര്യം നോക്കി. പിന്നെ ചെറിയൊരു ട്യൂഷനുണ്ട് എനിക്ക്, ഒരു 2 സ്റ്റുഡൻസ് ഉള്ള ട്യൂഷനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ടൈം ആകെ ബിസി ആയിരിക്കും അതങ്ങ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നമ്മളുടെ വർക്ക് കുറച്ച് റിലീഫ് ചെയ്ത് നമുക്ക് സ്ട്രെസ്ഫുള്ളാകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം പാത്രമെല്ലാം കഴുകി ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് വന്നു. അപ്പം ബെഡൊക്കെ എണീച്ച്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറി കിടക്കുന്നതാണ് ഈ ബെഡ് ഇങ്ങനെ ഉഴപ്പിടുന്നത്. രാവിലെ എണീക്കുമ്പോൾ ബെഡൊക്കെ മടക്കി വെക്കും. പിന്നെ ബെഡ്ഷീറ്റ് എല്ലാ ഫ്രൈഡേസിലും നമ്മൾ മാറ്റും. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ചില സമയത്ത് മാറ്റും, അല്ലെങ്കിൽ ഫ്രൈഡേസിൽ നമ്മൾ മാറ്റും. 1 വീക്ക് ആകത്തില്ല. അപ്പം അങ്ങനെ എൻ്റെ ഇടയ്ക്ക് മടക്കി വെച്ചാൽ അയൺ ചെയ്യാനുള്ള തുണിയാണ് മടക്കി വെച്ചേക്കുന്നത്. യൂണിഫോമാണ് ഹസ്ബൻഡിൻ്റെ. പിന്നെ റൂമെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് വേണം ഇനിയും തുടയ്ക്കാനുണ്ട്. അപ്പോൾ റൂമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരുവാണ്. വലിയ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വന്നെടുക്കുന്ന പൊടികളൊന്നും കാര്യങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ നമുക്ക് ഈ നമ്മൾ 12th ഫ്ലോറിലാണ്. നമ്മളത് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൊടികൾ ഇങ്ങനെ അകത്ത് കയറുകയാണ്. എനിക്കത് എപ്പോഴും നമ്മൾ വാക്യൂം ക്ലീനർ നമ്മൾ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കേടായി പോയത്. പിന്നെ ശേഷം നമ്മളത് നന്നാക്കിയതുമില്ല, വാങ്ങിയതുമില്ല. കാരണം
പെട്ടെന്നാണ് പൊടി ഇവിടെ കയറുന്നത്. എപ്പോഴും എനിക്ക് ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പൊടി ഇങ്ങനെ അങ്ങ് കയറുന്നത്. എനിക്കത് ഭയങ്കര ഒരു അലർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ എ സി യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് പിന്നെ പറയേ വേണ്ട, എ സിക്കകത്തുനിന്നുകൂടെ പൊടി ഇറങ്ങും, അതേ രീതിയിലാണ്. അല്ലാണ്ട് പിന്നെ എനിക്കുള്ളൊരു വീട്ടിലാണെങ്കിലും തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരും ഇല്ലാത്തപ്പോഴേ ഞാൻ തൂക്കത്തുള്ളൂ. തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു മനുഷ്യരും അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറുന്ന ഇഷ്ടമല്ല. തൂക്കുക തുടയ്ക്കുക എന്നുള്ളത് വീട്ടിലും നാട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ തന്നെ തൂക്കം തുടയ്ക്കുന്ന സമയത്ത് ഒരാൾ പോലും അതുവഴി പാസ് ചെയ്യാനോ ആ ഏരിയയിൽ വരാനോ പാടില്ല. അതൊക്കെ എൻ്റെ ബ്രദറും എൻ്റെ ചേച്ചിയൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ ഇത് ദേഷ്യം പിടിപ്പിക്കാനായിട്ടും അതുവഴിയൊക്കെ ഇറങ്ങിയോടും. പിന്നെ ഞാൻ പറഞ്ഞ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾ തന്നെ തൂക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളമായിരിക്കും. ഇവിടെ അതുപോലെ ഹസ്ബൻഡ് വീട്ടിൽ ഇല്ലാത്ത സമയത്ത് തൂക്കത്തുള്ളൂ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ഇപ്പുറത്ത് വന്നിരിക്കണം, അപ്പുറത്ത് എനിക്കൊരു ഡിസ്റ്റർബൻസ് ആണ് ആക്ച്വലി. ഞാൻ തന്നെ എൻ്റെ കാലൊരു 10 വട്ടം ആ ചൂലെ തുടയ്ക്കും. അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്, എല്ലാ പൊടികളും പോയെന്നുള്ളൊരു ഉറപ്പാണ് അതിന് ആക്ച്വലി. അങ്ങനെയാണ് തൂക്കുന്ന സമയത്ത്. പിന്നെ എല്ലായിടും നമ്മൾ ശരിക്കും തൂത്ത് പുറത്ത് ജസ്റ്റ് ഒന്ന് അത് ഓൾറെഡി തൂത്തിട്ട പുറവശം ഇങ്ങനെ ബാൽക്കണിയിൽ നമ്മൾ അതിടയ്ക്കുമ്പോഴേക്കും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഞാനങ്ങ് കളയും അത്. അപ്പോൾ പിന്നെ അത്രയും ഒരു പ്രശ്നം വരില്ലല്ലോ. പിന്നെ കിച്ചണും കൂടെ ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ 1 ബെഡ്റൂം ഹാളാണിത്. ഒരു ദിവസം നമുക്ക് റൂം ടൂറൊക്കെ ചെയ്യാം. 1 ബെഡ്റൂം ഹാളായപ്പം വലിയ ഇതൊന്നും ഇല്ല, വലിയ സ്പേഷ്യസ് അല്ലാതെ നമുക്ക് പെട്ടെന്ന് തൂത്തുമൊക്കെ എടുത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ വെള്ളം തീർന്നിരിക്കുകയാണ്, വെള്ളം പറയണം, അതുകൊണ്ടൊരു 4 കുപ്പി ഇവിടെ വന്നിട്ടുണ്ട്. ഹസ്ബൻഡിന് എപ്പോഴും 2 കുപ്പി വെള്ളം നിറച്ച് നമ്മുടെ ഹാളിൽ വെച്ചിരിക്കണം. കാരണം എപ്പോഴാണെന്നറിയത്തില്ല, തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും, നമ്മൾ ഓർക്കത്തില്ല. അത് എപ്പോഴും അതും ശരിയാണ്. ഞാൻ മിക്കവാറും മറന്നു പോകുമ്പോൾ കുപ്പി വെള്ളം നിറച്ച് മേടിക്കാൻ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന അൽബയാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വാട്ടർ എനിക്കെന്തോ. അപ്പോൾ തൂത്ത് കഴിഞ്ഞു. ഇനിയും മുറികളെല്ലാം തുടയ്ക്കണം. ആകെ ടയർഡായി, പക്ഷെ തുടച്ചെങ്കിലേ പറ്റത്തുള്ളൂ. വാഷ്റൂം കഴുകാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്തിട്ട് വരട്ടെ. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറയുക, കാലൊന്ന് വാഷ് ചെയ്തിട്ടായിരിക്കും ഞാൻ തുടയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നത്. അപ്പോൾ കാല് വാഷ് ചെയ്തിട്ട് തുടയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് തുടയ്ക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ക്ലീനിങ്ങിലോട്ട് നമ്മൾ തുടയ്ക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തുടച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അത് തുടയ്ക്കുന്ന പെട്ടെന്നാണ്. തുടയ്ക്കാൻ എന്തൊക്കെയുള്ള അങ്ങ് അഴുക്കൊന്നുമില്ല, ജസ്റ്റ് ഈ പൊടി മാത്രമേ ഉള്ളായിരുന്നു. അത് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് നമ്മൾ എടുത്താൽ മതി. അതങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ 1 വീക്ക്ലി വൺസ് തുടയ്ക്കത്തുള്ളൂ. ഇപ്പോൾ അഴുക്കാക്കെന്തൊക്കെയുള്ള കുട്ടികളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയതായിട്ടൊന്നും അഴുക്കൊന്നും ആകത്തുന്നില്ല. പിന്നെ ട്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് ഓൺലൈനാണ്. അപ്പം നമുക്ക് പുറത്തുനിന്ന് ആരും വേറെ വരുന്നില്ല. അപ്പോൾ വീക്ക്ലി വൺസ് നമ്മൾ നല്ല രീതിയിലൊന്ന് തുടച്ചാൽ മതി. അല്ലാത്ത ദിവസങ്ങളിൽ ഇടവേളകളിലൊക്കെ നമുക്ക് പൊടിയെന്ന് തോന്നുമ്പോഴത്തേക്കും ഞാൻ തൂക്കത്തുള്ളൂ. ഇപ്പോഴും അങ്ങ് നമ്മൾ തൂക്കാനൊന്നും പറ്റില്ല. വെയിറ്റ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ ചില ദിവസങ്ങളിൽ നേരത്തെ വരും, ചില ദിവസങ്ങളിൽ കുറച്ച് താമസിച്ചായിരിക്കും വരുന്നത്. വന്നു കഴിഞ്ഞ് ഫുഡുണ്ടാക്കി എത്രയും പെട്ടെന്ന് കിടക്കാനേ നോക്കത്തുള്ളൂ. എനിക്ക് രാവിലെ ഒരു 5:25 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. തിരിച്ച് വരുമ്പോൾ 5:25 ചില ദിവസങ്ങളിൽ വരാറുണ്ട്, ചിലപ്പോഴാണെങ്കിൽ 6 ആകും. അത് ബേസ്ഡ് ഓൺ ദ ട്രാഫിക്. ദുബൈയിലെ ട്രാഫിക്കിനെ ബേസ് ചെയ്തിരിക്കും. അല്ലാതെ ഷാർജ ആ ഒരു ഏരിയയിൽ ട്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ വീട്ടിൽ എത്തുന്ന സമയം. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ടയേർഡായിരിക്കും. അങ്ങനെ എത്തുമ്പോഴത്തേനും പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ കുറച്ച് നേരം വെറുതെ ഇരുന്ന് വീട്ടുകളിലൊക്കെ വിളിച്ചിട്ട് പേരൻസിനെയൊക്കെ വിളിച്ചിട്ട് പിന്നെ ജിമ്മൊക്കെ പോയി കഴിഞ്ഞിട്ട് വരാനേ നോക്കത്തുള്ളൂ. അത് നമ്മുടെ ബാഗൊക്കെ വെക്കുന്ന ടേബിളാണ്. ഇപ്പം ഞാൻ അത് ചവിട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ചവിട്ടിയൊക്കെ തല്ലിക്കുടഞ്ഞ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ്. അപ്പം ഇനി ഒരു സെറ്റ് ഡ്രസ്സ് കൂടെ എനിക്ക് വാഷ് ചെയ്യാനിരിപ്പുണ്ട് ആ ബക്കറ്റിൽ. അവിടെ ഒരു റോസ് കളർ ബക്കറ്റിൽ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ഇടുന്നത്. അപ്പം അതുകൂടെ ഇരിപ്പുണ്ട്. ഈ പെയിൻറ്റിങ്സൊക്കെ കാണുന്നുണ്ടോ നിങ്ങളപ്പം? ഈ എൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പെയിൻറ്റിങ് ആക്ച്വലി പെയിൻറ്റിങ് അല്ല, അതൊരു സെൻറ്റാങ്കിൾ ആർട്ടാണ്. അതെൻ്റെ ഹസ്ബൻഡ് വരച്ചതാണ്. പിന്നെ എൻ്റെ പെയിൻറ്റിങ്ങാണ്. അവിടെ ഒരു ഗേൾ ഇങ്ങനെ പറന്നിരിക്കുന്ന കൂട്ട് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലുള്ള റെഡ് കളർ അത് ഞാൻ വരച്ച പെയിൻറ്റിങ്ങാണ്. പിന്നെ അങ്ങനെ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ എൻ്റെ പെയിൻറ്റിങ്സൊക്കെ കാണാം. ഇപ്പോൾ കുറേ നാളായി വരച്ചിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതൊക്കെ എൻ്റെ പെയിൻറ്റിങ്സാണ്. അപ്പോൾ റൂമിലെ ഇത് ആ സൈഡിൽ കുറച്ച് എനിക്കെന്ന് വെച്ചാൽ
തണുപ്പ് കൂടുമ്പോഴത്തേക്കും നമുക്ക് കാലിന് പെട്ടെന്ന് വേദന വരും. അപ്പോൾ കിടന്നിട്ട് എണ്ണീച്ച് കഴിയുമ്പോൾ ജസ്റ്റ് കാലിൽ അപ്പോൾ ഒരു റബ്ബറിൻ്റെ ഒരു ഷീറ്റ് പോലത്തെ ഒരു സാധനം അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതായിട്ടേക്കുന്നത്. പിന്നെ എനിക്ക് തുണി കൊണ്ട് ഈ ഗ്ലാസ് ടേബിൾ തുടച്ച് കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരത്തേയില്ല. എനിക്ക് ഏറ്റവും വെച്ചാൽ ടിഷ്യൂ ഇഷ്ടത്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ ആണ് എൻ്റെ മെയിൻ. ക്ലീൻ ചെയ്യാൻ, ഗ്യാസ് ക്ലീൻ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ടേബിൾ ക്ലീൻ ചെയ്യുകയാണെങ്കിലും എനിക്ക് ടിഷ്യൂ മസ്റ്റാണ്. നമുക്ക് ഇവിടുന്ന് ഒത്തിരി മേടിക്കാനും പറ്റുമല്ലോ. അപ്പോൾ പിന്നെ ടിഷ്യൂ ആണ് എൻ്റെ മെയിൻ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് തുടയ്ക്കുമ്പോഴത്തേനും അതൊക്കെ ടേബിളൊക്കെ നമ്മൾ എപ്പോഴും ഡെയിലി തുടയ്ക്കുന്നതായതുകൊണ്ട് വലിയ അഴുക്കും കാണത്തില്ല. അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഏത് രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു.